അല്ല, നമ്മളൊക്കെ തൃശ്ശൂർ പൂരത്തെ കാണുന്നത് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ മാത്രം പൂരമായിട്ടല്ല. ഈ രാജ്യത്തെയും രാജ്യത്തിന് പുറത്തുള്ള പൂരത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വലിയൊരു ഉത്സവം എന്ന രീതിയിലാണ് ഈ പൂരത്തെ കാണുന്നത്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടിക്കാലം മുതൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ SSCക്ക് അല്ലെങ്കിൽ 1987 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒറ്റയ്ക്ക് പൂരം കാണാൻ വന്നിരുന്നത്. അപ്പോൾ അതൊരു തുടർച്ചയാണ്. ആ പൂരം കഴിഞ്ഞ് വൈകുന്നേരം അവിടെ കിടന്നുറങ്ങി രാവിലെ പിന്നെയും പൂരം കണ്ട് തിരിച്ചു പോകുന്ന രീതിയാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഇന്ന് ഈ തവണ അതൊക്കെ താളം തെറ്റി. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ, അത് നമുക്കെല്ലാവർക്കും അതിനകത്തൊരു ധാരണയുണ്ട്. പക്ഷേ അത് ഇത്രത്തോളം രാഷ്ട്രീയമായി ഈ പൂരത്തെ വേട്ടയാടാൻ കഴിയുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്നല്ല തുടങ്ങുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഒന്നാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം പൂരവുമായി ബന്ധപ്പെട്ട്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട്, ആനകളുമായി ബന്ധപ്പെട്ട് നിറയെ പരാതികളാണ്. സ്വരാർ റൗണ്ടിലേക്ക് വെടിക്കെട്ട് കാണാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഈ ഗവൺമെൻറ് പല 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 ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയതാണ്. ഇത്തവണത്തെ പൂരം തന്നെ, നമ്മൾ ഈ തവണത്തെ പൂരം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് പരാതികളില്ലാതെ പോകുമെന്നാണ് കരുതിയത്. പക്ഷെ ആദ്യം തന്നെ എന്താണ് ഉണ്ടായത്? വടക്കുനാഥൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് പൂരം എക്സിബിഷൻ നടത്താൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് തറവിലയിട്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ വലിയ സമരങ്ങൾ നടന്നു. ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് അത് പോയി. പിന്നീട് അത് മുഖ്യമന്ത്രി ഇടപെട്ട് അത് പരിഹരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം പൂരം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? ആനകളെ 6 മീറ്ററിന് അപ്പുറത്തേക്ക് മാറ്റി നിർത്തണം എന്ന രീതിയിലുള്ള ചില ഉത്തരവുകൾ ഇറങ്ങി. ആ ഉത്തരവുകൾ വീണ്ടും തിരുത്തേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ പൂരത്തെ കഴിഞ്ഞ ഒരു 5-6 വർഷമായി പൂർണ്ണമായി വിവാദത്തിലാക്കുന്നു എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെന്നാണ് യാഥാർത്ഥ്യം. ഉത്തരവുകളൊക്കെ വരുന്ന സമയത്ത് അതിന്റെ തീരുമാനം വരുന്നത് മന്ത്രിസഭയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അജണ്ട വെച്ച് ഒരു മുന്നോട്ട് പോക്കാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെങ്കിൽ പിന്നെ അതിൽ തിരുത്തലിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതിപ്പോ അവിടെ സംഭവിച്ചത് ഇന്നിപ്പോ സുനിൽകുമാറൊക്കെ പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച എന്ന് കരുതിയാൽ മതിയാകില്ലേ? അതല്ല, ഒരു കാരണവശാലും തൃശ്ശൂർ പൂരത്തിന് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് തൃശ്ശൂരിലെ മുഴുവൻ ആളുകളും ഏറ്റെടുത്തൊരു പൂരമാണ്. ആ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനം തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കലാപം ഉണ്ടായത് കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും തർക്കങ്ങൾ, പൂരം കാണാൻ വന്ന ആളുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായത് കേട്ടിട്ടുണ്ടോ? ഇവിടെ പോലീസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. വേറെ എന്ത് പ്രശ്നമാണ്? തിരുവമ്പാടിയുടെ മഠത്തിൽ പൂരവുമായി അല്ലെങ്കിൽ മഠത്തിൽ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ കെട്ടി നിയന്ത്രിക്കാൻ ഇവർക്ക് ആരാണ് അനുമതി കൊടുത്തത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമില്ലേ? ഒരു ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിനെ അല്ലെങ്കിൽ പാറേമക്കാവ് ദേവസ്വത്തിനെ ആചാരങ്ങൾ പഠിപ്പിക്കലാണോ കേരള പോലീസിന്റെ ചുമതല? ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആദ്യഘട്ടത്തിൽ പ്രശ്നമുണ്ടാക്കുക, ആ പ്രശ്നത്തിന്റെ ഇടയിലേക്ക് മന്ത്രിമാർ വരിക, മന്ത്രിമാർക്ക് തീർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുക, അപ്പോൾ മുഖ്യമന്ത്രി ഇടപെടുക, എന്നിട്ട് വിഷയങ്ങൾ തീർത്ത് ഇത് ഞങ്ങൾ തീർത്തു എന്ന രീതിയിലേക്ക് പോകുന്നു. ഇതിവിടെ എല്ലാം കൈവിട്ടു പോയി. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ജില്ലയിൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള പൂരമാണ്. ആ പൂരം 11 മണി മുതൽ 6 മണി വരെ തർക്കങ്ങളുമായി നിന്നു എന്ന് പറഞ്ഞാൽ നമുക്കിത് വിശ്വസിക്കാൻ കഴിയുമോ? റവന്യൂ മന്ത്രി ഈ സമയത്ത് എവിടെ പോയി കിടക്കുകയായിരുന്നു? അദ്ദേഹത്തിനെ കുറിച്ച് മറ്റു സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല.